ഞാൻ വേഗം വരാൻ പറഞ്ഞിട്ട് ഇവിടെ കഥ പറഞ്ഞ് നിക്കാണ്. അല്ലെങ്കിൽ ഞാൻ അമ്മ ഒരു കാര്യം ചോദിച്ചപ്പോ അത് പറയാൻ അമ്മയോടൊക്കെ കാര്യം പിന്നെ പറയണേ. അവര് വല്ലാത്ത ഒരു നാണം. ഈ സൈക്കിളിൽ ഓടിപ്പടിച്ച് വന്നപ്പോ എനിക്കും ഒരു സംശയം. അത് മൂപ്പരിക്ക് മുട്ട വേണം, അതുകൊണ്ട് നടക്കാൻ വയ്യാത്തോണ്ടേ സൈക്കിളിൽ പാഞ്ഞിന് പോന്നേ. തൈലത്തിരുന്നപ്പോ നേരല്ല. ഇത് നടക്കേ, ഞാൻ വരുന്നല്ലേ. ഇത് നോക്കി നടക്കിച്ച്. എന്താണ് സംഭവം? എന്നെ അവിടുന്ന് ഇങ്ങനെ പിടിച്ചൊളിച്ചു കൊണ്ടിരുന്നേ. നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് നിക്കണേ? അല്ല ഓർക്ക് എന്താ തോന്നുന്നത്? അത് ചോദിക്കുമ്പോ അമ്മ ചോദിക്കുമ്പോ ഒന്ന് പറയണ്ടേ? നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടല്ലേ ഞാൻ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. കറയാ, എനിക്ക് എന്നോട് നേരിട്ട് പറയാനുള്ള ഒരു ഇതിനാണ് നിനക്കറിയാം. എന്നാലും ഇനിയിപ്പോ ആ ചെക്കനെങ്ങാൻ അറിഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് കുലുവാലുണ്ടാക്കുവോ, അത് അതിലും വലിയ നാണക്കേടാവും. ഓൻ പറയണെങ്കി അത് പറയട്ടെ. ഞാനിപ്പോ ഓനോട് പറഞ്ഞു പോയി. പറഞ്ഞു ഓനോട്? പിന്നല്ലാതെ സന്തോഷം കൊണ്ട് ഇതിപ്പോ ആരുടെ പറയാന്നില്ലാതെ ഞാൻ ഓനോട് പറഞ്ഞു. ആ അതോട്ടെ, ഇനിയിപ്പോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളൊരു മുത്ത കുയിനെ വാങ്ങും. ഇപ്പൊ തന്നെ ആഘോഷം തുടങ്ങിയോ? പിന്നല്ലാതെ. അല്ല നിങ്ങളുടെ കയ്യില് കായൊക്കെ ഉണ്ടാവും. ഇന്ത്യയിൽ കായുടെ ബുദ്ധിമുട്ടൊന്നും ഈ അറിഞ്ഞ് ബേജാറാവാക്കണ്ട. അനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ മേടിച്ചു തരൂല. പിന്നെന്താണ്? ബിരിയാണിന്റെ സാധനം ഒക്കെ മേടിച്ചോണ്ടാ, ബിരിയാണി ഒക്കെ മേടിച്ചോണ്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? ഇവിടെ ബിരിയാണി വെക്കണ കാര്യം ഒന്നും ഓരോട് പോയി പറയണ്ട. അതിപ്പോ എന്താണ്? ഒരിക്കൽ കൊടുക്കേണ്ടി വരൂ, ഞാൻ കൊടുക്കൂല. എന്തങ്ങനൊക്കെ പറഞ്ഞ പാവപ്പെട്ട തള്ളക്ക് ഒരു പിടി ചോറ് കൊടുക്കണ്ടേ? എന്തങ്ങനൊക്കെ പറഞ്ഞ? വേണ്ട, ഞാൻ കൊടുക്കില്ല. സന്തോഷമുള്ള ദിവസമായിട്ട് ഇജ്ജ് എന്തങ്ങനെ പറയണത്? ആ ചെക്കനാണിച്ച് ഇവിടെ മസാല വെട്ടുമുത്ത് മണം പിടിച്ചിങ്ങോട്ട് എത്തും. ഇതിപ്പോ ഇവിടെ ഒരു പച്ച വെള്ളം കൂടി കുടിക്കാൻ വയ്യാണ്ടായിക്കണ്. എല്ലാം ഒരുക്ക് കൊടുക്കണോ? അങ്ങനെ അല്ലടി, ഒന്നുമില്ലെങ്കിൽ എന്നെ മോന് കുട്ടി വളർത്തി ഒരു തള്ളു. എനിക്കത് കേക്കാൻ വയ്യ. ഞാൻ പറയണത് ഒന്നും നിങ്ങളിപ്പോ ഇല്ല. ഞാൻ എന്താ പറഞ്ഞ ഞാൻ കേക്കാത്ത? ഇജ്ജ് പറഞ്ഞ എന്തിപ്പോ ഞാൻ കേൾക്കൂലേ? എന്നാ പിന്നെ പോയി ബിരിയാണിന്റെ സാധനം ഞാൻ മേടിച്ചോണ്ടാ. അതൊന്നും വിഷമിക്കണ്ട, ഒക്കെ മേടിച്ചോണ്ടാ. അത് ഞാൻ പറയൂ. അവര് പറഞ്ഞോണ്ട് തിരക്കണമൊന്നുമില്ല. ഇല്ല, ഞാൻ പറയൂല. ഞാൻ പറയൂല. ഇപ്പൊ എന്തൊക്കെ വേണ്ട? വേറെ എന്തെങ്കിലും വേണം? എനിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്നും വേണ്ട. ബിരിയാണിന്റെ സാധനം വാങ്ങി വേഗം വരി. വേറൊന്നും വേണ്ടല്ലോ. വേണ്ട. എന്തോ അതിന് പറഞ്ഞോട്ടോ. എന്റെ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണ്ട. പോയിട്ട് വാ. ഇത് നോക്കിയൊക്കെ നടക്കിട്ടോ. ഇരവും പകലും അച്ചു ഇങ്ങോട്ട് മാറി. നീ കാണിക്കണേ അങ്ങനെയല്ലടാ. നീ മാറിയേ. ചക്ക നിനക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാം. നിന്നോട് പറഞ്ഞേക്കത്തില്ല. അങ്ങനെ അവിടെ അതിന്റെ ചോട്ട് കിടന്ന് ഇങ്ങനെ കുഴിക്കരുത്. ഇനി വേണോ? ആ കുറച്ചുകൂടി വേണോടാ. എടുത്തിട്ട് കേട്ടോ. ഇതാക്കണ്ട, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് റൗണ്ട് എന്നല്ലത്. ഇത് പിന്നെ റൗണ്ട് അല്ലാതെ എന്തുവാടാ? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ എപ്പ തൊട്ട് ചെയ്തു തുടങ്ങിയതാന്നറിയാമോ? കൊറേ നാൾ. എന്താടാ ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളോ? ആ അത് കുഴപ്പമില്ല, അത് വെച്ച് നമുക്ക് ചെയ്യാം. കണ്ടോടാ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ഇത് ഏകദേശം ഒരു റൗണ്ട് ആയില്ലേ? കണ്ട. എന്നിട്ട് നമ്മള് ഇതിന്റെ ചുറ്റും ഇഷ്ടിക വയ്ക്കണം. ഇനി നീ ഒന്ന് സഹായിക്കേ. വാ അമ്മു, ഇഷ്ടിക വെച്ചെടുക്ക്. വാടാ. അല്ല അറിയാല ചക്കര ഞാൻ വെക്കാം. ഇവന്റെ വലിയ വാക്കാനാണല്ലോ ഇവൻ. ട്രെയിൻ പാലം കൂട്ടിരിക്കുന്നത്. ഒന്ന് പോടാ. നിന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിച്ചില്ലാന്ന് പറഞ്ഞോണ്ട് എടുക്കിങ്ങോട്ട്. എന്താ പരിപാടിയാടെ? അതെ, ഞങ്ങൾ ഈ മാവിന് തടെടുക്കാൻ നീ പിള്ളേര് കളിക്കുമ്പോ ഉണ്ടല്ലോ ഇലയൊക്കെ പിച്ചുവാണ്. പോത്തില്ലേ? നന്നായി നന്നായി. ഞാൻ വിചാരിച്ചായിരുന്നു ആക്കൊന്ന് ചെയ്യണം. വേനലൊക്കെ അല്ലേ, ഇത്തിരി വെള്ളമൊക്കെ വെച്ചെടുക്കാൻ. നടന്നില്ല. അല്ല ഇതിനിപ്പോ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ പിച്ച് പറിച്ച് കളയാൻ പറ്റിയൊരു പാർട്ടി വരുന്നുണ്ടേ. അതാരാണ്? അതേ, അമ്മ എന്നോട് കാലത്ത് ചോദിച്ചപ്പോ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ഫോണിൽ എന്നെ പിടിച്ചു വലിച്ചോണ്ടായില്ലേ.
ഓൾക്ക് ചെറിയൊരു വിശേഷം ദേ. ആണോ? ഞങ്ങള് വന്നപ്പോ തന്നെ നല്ലൊരു വാർത്ത കിട്ടിയല്ലോ. അതെ അതെ നിങ്ങൾ ഇവിടെ വന്ന് കഥ പറയാണ് വേഗം വരുമ്പോ ഞാൻ വന്നെ തണ്ടില്ലേ കോഴിച്ചിന്നൊക്കെ സാധനങ്ങൾ ഇച്ച് പറഞ്ഞൊക്കെ ഉണ്ടായില്ല. ഒക്കെ വെക്കിയതല്ലേ റസിയ, ഞങ്ങള് വിശേഷമൊക്കെ അറിഞ്ഞൂട്ടാ. വരി വരി നടക്ക് നടക്ക് നടക്കുന്നേ ഇതൊന്നും അറിഞ്ഞൂടാണ് നോക്കി കേറ്. നടക്ക് വേഗം. ഓടിപ്പാഞ്ഞ് നടക്കല്ലേ. മല്ലികേ, ആ ദേ ആ കൊട്ടുപടി എവിടെയാണ്? കൊട്ടുപടി അവിടെ എങ്ങാനും കാണും. ആ കട്ടിലിന്റെ കാലൊക്കെ ആകെ ആടി കിടക്കാണ്. അത് കണ്ടിട്ട് നോക്കി കണ്ടല്ലേ, കാണാനില്ല. അതെ, ഒരു വിശേഷമുണ്ട്. വിശേഷോ? ആ ശരി, അപ്പൊ നീയല്ലേ പറഞ്ഞു കുട്ടികളൊക്കെ വലുതായിട്ട് മതി ഒന്നും കൂടി? എനിക്കല്ല, പിന്നെ റസിക്ക് വിശേഷമുണ്ട് മനുഷ്യ. നീ ആ കൊട്ടുപടി എടുത്ത് തന്നെ ഞാൻ അടുത്തുതരാം. ചെങ്കടന്നെ ഈ പിടിച്ചു വലിച്ച് കൊണ്ടോണ്ട രസ്യ കുട്ടിയായി. എന്താണിത്? അവർക്ക് എന്താ തോന്നുക? നിങ്ങൾ അവിടെ നിന്ന് എന്ത് കഥ പറയായിരുന്നു? എന്ത് പറഞ്ഞു? നിങ്ങളെല്ലാം പറഞ്ഞു. പറയാനൊന്നുമില്ല, അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ അറിയാ? അവരറിഞ്ഞിട്ടുണ്ട്. അതന്നെ അവര് എന്നോട് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് പൊട്ടന്റെ വഴി നിൽക്കാൻ പറ്റുമോ? ഇതാണ് ഇക്കാന്റെ കുഴപ്പം. ഇതാണ് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് നാട് മുഴുവൻ പറഞ്ഞിടും.